നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തായാലും നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് അവിടെ നല്ല രസമായിരിക്കും. ഈ കുടുംബത്തിൽ എല്ലാവരും ഉണ്ടാവണമെന്നാ ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. എല്ലാവരുടെയും ആഗ്രഹം അതാണെങ്കിൽ ഞാൻ എന്തായാലും മ്യൂസിക് ഷോയ്ക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ മ്യൂസിക് ഷോ ദിവസം ചില പ്രശ്നങ്ങളുണ്ടായെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ വല്ലതാണോ? അല്ല, എന്ത് പ്രശ്നം വെച്ചാ പറയ്, കേക്കട്ടെ. അങ്ങനെ പറയാൻ തക്കൊന്നുമില്ല. എന്തായാലും ഐശ്വര്യ വരുന്നു സമ്മതിച്ചല്ലോ, അതോട്ടെ. ഈശ്വര, അരുണും മറ്റാരും ഇതറിയില്ലേ? നാളെ മ്യൂസിക് ഷോയ്ക്ക് ഉറപ്പായിട്ടും ഞാനും വരുന്നു. സത്യമാണ് വസീ പറയുന്നത്. ആദ്യം പറഞ്ഞത് കേട്ടില്ലേ, ഈ കുടുംബത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ച് അവിടെ ഉണ്ടാവണമെന്ന്. അത് ശരിയാണെന്ന് എനിക്കും തോന്നി. എന്തായാലും ഞാൻ റെഡി. ഓ, അമ്മ മ്യൂസിക് ഷോയ്ക്ക് വരുന്നെന്ന് പറഞ്ഞപ്പോ എല്ലാവരുടെയും സന്തോഷം കണ്ടില്ലേ? നാളെ അവിടെ ശ്യാമയുടെ വീഴ്ച നേരിട്ട് കാണുമ്പോ ഈ സന്തോഷം എല്ലാം താനെ അങ്ങ് തീരും. അതുവരെ സന്തോഷിക്കട്ടെ പാവങ്ങള്. ഒരു സെൽഫി. ഈ റിയാലിറ്റി ഷോ വിൻ ചെയ്യുന്ന മാനസിക കോൺഫിഡൻസ് ഉണ്ടല്ലേ? അതെ, ഞാൻ വിൻ ചെയ്യും. അല്ല, മാനസയുടെ എതിരാളി ശ്യാമയാണല്ലോ, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആരെ കുറിച്ചും എനിക്കൊന്നും പറയാനില്ല. പ്രവൃത്തിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്യാമയെ ജയിക്കാൻ എനിക്ക് കഴിയും, അതിൽ സംശയമില്ല. മാറിയിരുന്നേ മമ്മി. വല്ലാത്ത ജാടയാണല്ലോ. അതെ അതെ. ഹലോ ശ്യാമ. ഹലോ ചേച്ചി. ആ ശ്യാമേ, നിങ്ങൾ മത്സര സ്ഥലത്തെത്തിയോ? ആ, ഞങ്ങൾ ഇപ്പൊ എത്തിയുള്ളൂ. ചേച്ചി വരുന്നില്ലേ? ആ, അത് ശ്യാമേ, ഒരു പ്രശ്നമുണ്ട്. ഫോൺ സ്പീക്കറിലിട്, അഖിലൂടെ കേക്കട്ടെ. ആ, അത് ശ്യാമേ, ഇവിടെ ഓഫീസില് ഐശ്വര്യ മഹിമ എന്ന് പറഞ്ഞൊരു സ്ത്രീയായിട്ട് ഇടയ്ക്കിടെ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവര് തമ്മി മ്യൂസിക് ഷോയുടെ കാര്യവും ശ്യാമയുടെ കാര്യവും ഒക്കെയാ പറയുന്നത്. ഒന്നും എനിക്കത്ര വ്യക്തമല്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ശ്യാമ എന്തോ അപായപ്പെടുത്താനുള്ള തന്ത്രങ്ങളാ അവര് തമ്മിൽ പറയുന്നത്. എന്തായാലും ശ്യാമ ശരിക്കും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ശ്യാമ, അത് പറയാനാ ഞാനിപ്പോ വിളിച്ചത്. സാരമില്ല ചേച്ചി, ഞാൻ ശ്രദ്ധിച്ചോളാം. അഖിലും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അശ്വതി ചേച്ചി ടെൻഷൻ ആവണ്ട, ശ്യാമയ്ക്ക് ഒന്നും പറ്റില്ല, ഞാനുണ്ട് കൂടെ. ഇപ്പോഴാ ആശ്വാസായേ. ശരി, കാണാം. എന്നാ ശരി. അമ്മ, ഒന്നും സംഭവിക്കില്ല, ഞാനില്ലേ കൂടെ. നീ എന്താ കരുതിയത്? ഞങ്ങളെല്ലാം
എല്ലാം മ്യൂസിക് ഷോ സ്ഥലത്ത് എത്തിയെന്നോ? എനിക്കും അപ്പൂനും ആർക്കും അതിനുള്ള ഭാഗ്യം ഇല്ല ശ്യാമേ. ഭാഗ്യമില്ലെന്നോ? എന്റെ അടുത്ത് കാര്യം പറ. എന്റെ ശ്യാമേ, നമ്മുടെ അപ്പു 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 അപ്പുവേ അവിടേക്ക് വരാൻ വേണ്ടി ഉത്സാഹിച്ചിറങ്ങിയതാ. ഓട്ടോയുടെ അടുത്തേക്ക് ഓടിയത് മാത്രം അറിയാം. ദേ നിന്ന നിപ്പില് താഴേക്ക് വാഴ വെട്ടിയിട്ടതുപോലെ കിടക്കുന്നു. കഷ്ടം. എന്താ അടുത്ത് പറയുന്നേ? ഒറ്റ വീഴക്കാ. എന്റെ നെഞ്ചേ, എനിക്ക് വയ്യായേ, വേദന സഹിക്കാൻ വയ്യേന്ന് പറഞ്ഞു ഒറ്റ നിലവിളിയാ. പിന്നെ ഉള്ള ബോധം അങ്ങ് പോയിന്നേ. എടുത്ത് പറയുന്നൊക്കെ ശരിയാണോ? എന്റെ ശ്യാമി, ഞാനെന്തിനാ കള്ളം പറയുന്നേ? ഡോക്ടർ പറഞ്ഞതേ അപ്പൂന് വളരെ സീരിയസ് ആന്നാ. ഹൃദയത്തിന് എന്തോ ഓപ്പറേഷൻ വേണോന്നാ. അതിനെ 25 ലക്ഷം വേണോന്ന്. ഇവിടെ പച്ചവെള്ളം പോലും കുടിക്കാതെ ഞാനും എല്ലാവരും അപ്പൊ ഒന്ന് കണ്ണു തുറക്കുന്നതും കാതിരിക്കുക ശ്യാമേ. അയ്യോ, ഡോക്ടർ പറയുന്ന കേട്ടിട്ടെ ഇനി ഓപ്പറേഷൻ കൊണ്ടൊന്നും അപ്പൂന് ഒരു രക്ഷയില്ലെന്നാ തോന്നുന്നേ. നമ്മുടെ അപ്പു നമ്മുടെ കൂടെ ഉണ്ടാവത്തില്ല ശ്യാമേ എന്നാ എനിക്ക് തോന്നുന്നത്. ശ്യാമ വിഷമിക്കൊന്നും വേണ്ട, നല്ലോണം പാടിക്കോ കേട്ടോ. അപ്പുവിന്റെ കാര്യം എന്തായാലും ഇങ്ങനെയായി. നിന്റെ പാട്ടെങ്കിലും നടക്കട്ടെ. നീ ജയിക്കട്ടെ ശ്യാമേ. അപ്പോ ശരി ശ്യാമേ, നീ നന്നായി പാടണേ. ശരി. അവളിനി ശരിക്കും പാടും, ഫസ്റ്റ് മേടിക്കുകയും ചെയ്യും. എന്തിയോടാ കളി. എന്താ ശ്യാമ, എന്താ കാര്യം പറ. എന്താ ശ്യാമ മുഖമല്ലാതിരിക്കുന്നേ? അത് എന്റെ അനിയൻ അപ്പു, അവർ ഹോസ്പിറ്റലിലാ. അയ്യോ, സീരിയസ് ആണ്. ഹോസ്പിറ്റലിലല്ലേ? സാരമില്ല, ശ്യാമ പോയെന്ന് മുഖം കഴുകിയിട്ട് വരൂ. ഒന്ന് കൂളാകും. പ്രോഗ്രാം തുടങ്ങാൻ ഇനി അധികം സമയമില്ല. എനിക്കിനി പാടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താ, പാടാൻ കഴിയില്ലേ? ചാനൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിൽക്കുക. ശ്യാമയും മാനസയും 2 കണ്ടസ്റ്റൻസ് മാത്രം പെർഫോം ചെയ്യാനുള്ളത്. അവസാന നിമിഷം പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? എന്റെ അപ്പു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.